എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആങ്സൈറ്റി വരുമ്പോൾ, ഉത്കണ്ഠ വല്ലാതെ വരുമ്പോൾ നമ്മുടെ മുഖത്തെ മസിലുകൾ ട്വിച്ചാവുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുന്നതും ആക്ച്വലി നമുക്ക് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ, മറ്റുള്ളവർക്ക് അത് കാണുകയില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിട്ട് ഒരുപാട് ആളുകൾ നമ്മളോട് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നേരിട്ട് തന്നെ ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. സബ്സ്ക്രൈബും ലൈക്കും എല്ലാം നിങ്ങൾ ചെയ്തോളൂ. ഉത്കണ്ഠയുടെ സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പോൾ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് ഈ മുഖത്തിലെ പേശികൾ വലിഞ്ഞു മുറുകുന്നതായും മുഖം വായ ഒരു വശത്തേക്ക് ചരിഞ്ഞു പോകുന്നതായും കണ്ണുകളിലെ മസിലുകൾ ട്വിച്ച് ചെയ്യുന്നതായും, അതായത് ഇറുകി അടയും തുറക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഇറുകുന്ന പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നത് വളരെ സാധാരണമാണ്. ഇത് നിങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാവുന്നത് എന്ന് ഒരിക്കലും കരുതരുത്. ഒരുപാട് ആളുകൾക്ക് അത് സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് തന്നെ നമ്മുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം തന്നെയാണ്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിലുകളും, എല്ലാ നെർവസ് സിസ്റ്റം എല്ലാം, നെർവ്സ് എല്ലാം ഹൈപ്പർ എക്സൈറ്റഡ് ആവുന്നു. ഹൈപ്പർ എക്സൈറ്റഡ് ആവുമ്പോൾ നമ്മുടെ ന്യൂറോൺസിന്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് തെറിപ്പിക്കാനുള്ള, ഫയർ ചെയ്യുവാനുള്ള കപ്പാസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മിക്കവാറും മസിലുകളെല്ലാം പെട്ടെന്നൊന്ന് കോൺട്രാക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരും. അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മുഖത്തിലെ മസിലുകളും അതേപോലെ തന്നെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള മസിലുകളും, പൊതുവെ നമ്മുടെ ശരീരത്തിലുള്ള ഏത് മസിലുകളാണെങ്കിലും ഇങ്ങനെ ഒരു ട്വിച്ചിങ് വരാം. പക്ഷേ സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്ക് ഇത്തരം സാഹചര്യത്തിൽ, ഒരു പക്ഷേ സോഷ്യലായി പോകുന്ന ഒരു സാഹചര്യത്തിൽ മുഖത്തെ മസിലുകൾ കൂടുതൽ വലിഞ്ഞു മുറങ്ങുന്നതായി തോന്നാം. അത് സാധാരണമാണ്, വളരെയധികം നോർമലാണ്. അതിൽ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. പൊതുവെ ആളുകൾ വിചാരിക്കാറുണ്ട് ഇത് സ്ട്രോക്കുമായി ബന്ധപ്പെട്ടതാണോ എന്നെല്ലാം ചിന്തിക്കാറുണ്ട്. എനിക്കത് മനസ്സിലാവും. പക്ഷേ ആദ്യം തന്നെ ഡോക്ടറെ കണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ആങ്സൈറ്റിയുടെ ഭാഗത്തേക്ക് കടക്കാവൂ എന്നുള്ളതൊരു കാരണവശാലും മറക്കരുത്. ഇത് ഫേഷ്യൽ ട്വിച്ചിങ് എന്ന് പറയുന്നതും കണ്ണിന്റെ ട്വിച്ചിങ് എന്ന് പറയുന്നതും ആങ്സൈറ്റി സിംറ്റംസ് ആയി വരാറുണ്ട്. അതിൽ പേടിക്കേണ്ട കാര്യമില്ല. അത് സ്ട്രോക്കുമായി ബന്ധപ്പെട്ടതല്ല, ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിന്റെ കാരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രണ്ടാമത്, നമ്മുടെ ശരീരത്തിലെ മസിൽ ഈ ആങ്സൈറ്റി കൊണ്ട് തന്നെ ക്ഷീണിക്കുന്നത് കൊണ്ടാണ്, ഫാറ്റിഗ്ഡ് ആവുന്നത് കൊണ്ടാണ്. എസ്പെഷ്യലി നമ്മുടെ മുഖത്തിന് ചുറ്റുമുള്ള മസിൽ സാധാരണഗതിയിൽ ആങ്സൈറ്റി ഉള്ളവർ പൊതുവെ പല്ല് കടിക്കുകയോ ഇടയ്ക്കിടയ്ക്ക് മുഖം ഒന്ന് ടൈറ്റ് ആക്കുകയോ ലൂസാക്കുകയോ എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്ത് മുഖത്തിന്റെ ചുറ്റുമുള്ള മസിൽസ് പൊതുവെ ഫാറ്റിഗ്ഡ് ആവും, ക്ഷീണിക്കും. അങ്ങനെ വരുമ്പോൾ ആ മസിൽ ഒരു പരിധിവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മാത്രം. അങ്ങനെ ഏതെങ്കിലും ഒരു മസിൽ നിങ്ങളുടെ ശരീരത്തിൽ ഓവർ സ്റ്റിമുലേറ്റഡ് ആണെങ്കിൽ, ഓവർ സ്ട്രെസ്ഡ് ആണെങ്കിൽ, ഓവർ ഫാറ്റിഗ്ഡ് ആണെങ്കിൽ, കൂടുതൽ ക്ഷീണിച്ചിട്ടുണ്ടാണെങ്കിൽ അതിനെ സ്വയം ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ടുള്ള പൾസേഷൻസ് ഉണ്ടാക്കും. ഫാസ്കുലേഷൻ എന്ന് പറയുന്ന പൾസേഷൻസ് ഉണ്ടാക്കും. ആ പൾസേഷനാണ് നമ്മുടെ ഈ ട്വിച്ചസിന് കാരണം. അതും ഒരു കാരണം ആകാറുണ്ട്. ഫാസിക്കുലേഷൻ എന്നാണ് ആ ട്വിച്ചസിന് പറയുക. മൂന്നാമത്, ഹൈപ്പർ വെന്റിലേഷനെ കുറിച്ച് ഞാൻ മറ്റ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ബ്രീത്തിങ് ഫാസ്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ ഇംബാലൻസ്ഡ് ആവുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് മസിലുകൾക്ക് പ്രോപ്പറായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എത്താനാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഓക്സിജൻ എത്താനാവാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ബ്ലഡിലെ കാൽഷ്യം ലെവലിനെ അത് എഫക്റ്റ് ചെയ്യുമ്പോൾ മസിലിന്റെ മൂവ്മെന്റിന് കാൽഷ്യത്തിന്റെ എഫക്റ്റ് ആവശ്യമായതുകൊണ്ട്, കാൽഷ്യം കറക്റ്റായി ആവശ്യമായതുകൊണ്ട് അതും ഇതിന് കാരണമായി വരാം, മസിൽ ട്വിച്ചിങ്ങിന് കാരണമായി വരാം. നാലാമത്, ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം. പ്രോപ്പറായിട്ടുള്ള ഉറക്കം വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലെ മസിൽ കോൺട്രാക്ഷൻ സംഭവിക്കാം. അതിന് കാരണം പൊതുവെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഫാറ്റിഗാണ്. ഈ 4 കാരണമാണ് പ്രധാനമായും ഈ പറയുന്ന മുഖത്തെ ഫേഷ്യൽ മസിൽ ട്വിച്ചിങ്, മുഖത്തെ മസിലുകൾ, കണ്ണിലെ മസിലുകൾ വലിഞ്ഞു മുറുകുന്നത് സോഷ്യൽ ആങ്സൈറ്റിയുടെ ഒരു കാരണമായി, 4 കാരണങ്ങളായി ഞാൻ പറഞ്ഞത്. ഇത് മാനേജ് ചെയ്യാൻ എന്താ ചെയ്യുക? സ്ട്രെസ് മാനേജ്മെന്റ് ആണ് ഏറ്റവും നല്ല വഴി, CBT ആണ് ഏറ്റവും നല്ല വഴി. അതല്ലാതെ ജനറലായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് ഒരു 4-5 പോയിന്റായി ഞാൻ പറയാം. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ നിങ്ങൾക്ക് ചെയ്യാം. തല മുതൽ കാല് വരെയുള്ള ഓരോ മസിലിനെയും പിക്കപ്പ് ചെയ്ത് ഓരോന്നിനെയും റിലാക്സ് ചെയ്യുന്ന ഒരു മസിൽ റിലാക്സേഷൻ ടെക്നിക്കാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ധാരാളം വെള്ളം കുടിക്കലും അല്ലെങ്കിൽ മഗ്നീഷ്യം കൂടുതലുള്ള ജലാംശം നിങ്ങൾക്ക് കുടിക്കുന്നതും, ORS പോലെയുള്ള ജലാംശം കുടിക്കുന്നതും ഇതിന് വളരെയധികം ഗുണം ചെയ്യും. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ഇതിന് ഗുണം ചെയ്യും. നമ്മുടെ വയറിനെ വീർപ്പിച്ചുകൊണ്ടുള്ള ഒരു ബ്രീത്തിങ് മെത്തേഡാണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്. അത് ഗുണം ചെയ്യും.
ഇളം ചൂട് വെള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് പുറക്കാവുന്ന ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് ഈ മസിൽ ട്വിച്ചിങ് ഉള്ള സ്ഥലത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതും ഇതിനെ പെട്ടെന്ന് ഗുണം ചെയ്യും. അല്ലെങ്കിൽ ഒന്ന് ചെറുതായി മസാജ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ മസിൽ ട്വിച്ചിങ് ഉണ്ടാകുന്നതിന് 4 കാരണങ്ങൾ, അത് കറക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 4 കാരണങ്ങളും ഞാൻ ഈ വീഡിയോയിൽ വിവരിച്ചു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കമൻറ്റ് ബോക്സ് വായിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ആങ്സൈറ്റി, ഡിപ്രഷൻ, OCD എന്നിവ ക്യൂർ ചെയ്യുവാനുള്ള CBT സെൽഫ് ഹെൽപ്പ് സ്വയം സഹായ പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷും മലയാളം പതിപ്പും ലഭ്യമാണ് ആമസോണിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.